രാഹുൽ പദ്ധതി അല്ലെങ്കിൽ ഈ ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മറികടന്നുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ തന്നെ വലിയൊരു സന്നാഹം ഉണ്ടാവും. രാഹുൽ അഭിവാദ്യപ്പെടുകയാണ്. പ്രതിഷേധക്കാരെയൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഡിവൈഎഫ്ഐയുടെയും ബിജെപിയുടെ പ്രതിഷേധം മറികടന്ന് രാഹുൽ ആ പരിപാടിക്ക് എത്തി എന്നതാണ്. തീർച്ചയായും അതായത് രാഹുൽ ആ പരിപാടി സ്ഥലത്തേക്ക് എത്തി എന്നുള്ളതാണ്. ഞങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഈ ഇവിടേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. അവർ ഏതാനും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ കരിങ്കൊടി കാണിക്കുകയും കൊടികൾ എത്തുന്നു. ഈ ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്കും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം എത്തി എന്നുള്ളതാണ്. രാഹുലിനെ നീക്കിക്കൊണ്ട് രാഹുലുമായി ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ നീങ്ങുകയാണ്. ഏതായാലും ആ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് ഏതാനും കുറച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂടി ഈ പദ്ധതി ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അതിനുശേഷം ഇപ്പോൾ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ ഏറ്റിക്കൊണ്ട് തലയിലെ ദൃശ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രതിഷേധമുണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു, കണ്ണിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടായിരുന്നു, കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവിടെ വലിയ തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ വാഹനം മുന്നോട്ട് വന്ന് പരിപാടി സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെയും ചില പ്രതിഷേധമുണ്ടായി. ഇപ്പോൾ പുതുതായി ദൃശ്യങ്ങൾ വീണ്ടും ഒരു പ്രതിഷേധത്തിന്റെ കരിങ്കൊടിയൊക്കെ കാണുന്നുണ്ട്. അവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണ്. കുറച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് കൗതുകം. ഇപ്പോൾ ഉദ്ഘാടന സ്ഥലത്തേക്ക് എത്തിയോ? വീണ്ടും പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണുന്നുണ്ട്. അതേസമയം തോളിലേറ്റി രാഹുലിനെ കൊണ്ടുപോകുന്നുമുണ്ട്. എന്താണ് സ്ഥിതി? ഇപ്പോഴീ പ്രതിഷേധം നടക്കുന്ന, അതായത് ഈ രാഹുൽ വരുന്ന വഴിയിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. അവരെ മാറ്റിയിട്ടുണ്ട്. അതായത് ഈ ചെറിയ വഴിയിലേക്ക് ഈ ഒരു പഞ്ചായത്ത് റോഡിന്റെ ഉദ്ഘാടനമാണ്. ഈ ഉദ്ഘാടനം നടത്തുന്ന നാട മുറിക്കുന്ന സ്ഥലത്തേക്കും ഇത് കോൺഗ്രസ് പ്രവർത്തകരെ ലീഗ് പ്രവർത്തകരുടെയൊക്കെ ഒപ്പം രാഹുൽ എത്തിയിട്ടുണ്ട്. രാഹുലിനെ ഇപ്പോൾ വലിയ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് രാഹുലിനോട് എത്തിച്ചു. ഏതായാലും വലിയ കരഘോഷത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും ഇപ്പോൾ രാഹുലിനെ വരവേൽക്കുന്നത്. വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്നും ഉണ്ടായ ആ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് ആ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്ത് പ്രതിഷേധം മറികടന്നുകൊണ്ടാണ് പിരായിരി പഞ്ചായത്തിലെ ഈ പഞ്ചായത്ത് റോഡ് ഉദ്ഘാടനത്തിന്റെ ഈ വേദിയിലേക്ക് ഈ സ്ഥലത്തേക്ക് രാഹുൽ എത്തിയത്. വലിയ പ്രതിഷേധമുണ്ടായി, വാഹനം തടഞ്ഞു. അതിനുശേഷം അതിനെ മറികടന്നുകൊണ്ട് രാഹുൽ ഇവിടേക്ക് അകത്തേക്ക് എത്തി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് രാഹുൽ എത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിഷേധങ്ങൾക്കിടയിൽ പിരായിരി പഞ്ചായത്തിലെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പിരായിരി പഞ്ചായത്തിലെ റോഡ് ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ, ലീഗ് പ്രവർത്തകർ, UDF പ്രവർത്തകർ ഉൾപ്പെടെ രാഹുലിന് കവചമൊരുക്കിയെന്നതാണ് അവിടെ നിന്ന് ഗോകുൽ നൽകുന്നവർ. അതേസമയം വിവിധയിടങ്ങളിൽ പ്രതിഷേധം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രതിഷേധത്തിൽ മുങ്ങിയ ഒരു ഉദ്ഘാടന ചടങ്ങാണ് പിരായിരി പഞ്ചായത്തിൽ നടക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുപരിപാടിയിൽ മുൻകൂട്ടി അറിയിച്ച പ്രകാരം എത്തി എന്ന ആശ്വാസം കോൺഗ്രസിനുമുണ്ട്. പിരായിരി പഞ്ചായത്തിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. വിവാദങ്ങൾക്കൊക്കെ പിന്നാലെ ഗോകുൽ വ്യസ്തുണ്ട്. ഗോകുൽ, പണ്ട് KM മാണി നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് ഓർമ്മയുണ്ട്. അത് വലിയ LDF പ്രതിഷേധം, കഥകടച്ച്
സ്പീക്കറെ ഡയസിലേക്ക് വരാം. സ്പീക്കർ വരാതെ സഭ നടക്കില്ലല്ലോ. ഇപ്പോൾ സ്പീക്കറെ സഭയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി കഥകടച്ചുള്ള പ്രതിഷേധം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ സ്പീക്കർ വരുന്നത് എൻ ശക്തൻ കൈകൊണ്ട് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കാണിക്കുന്നു. കെ മാണി വായിക്കുന്നു, മേശപ്പുറത്ത് വയ്ക്കുന്നു, ബജറ്റ് അവതരിപ്പിക്കുന്നു. ഇതും ഒരു ചെറിയ നിലയിൽ പിരായിയിലെ ഒരു ബജറ്റ് പോലെ ആയില്ലേ? ഗൂഗിളിൽ കേൾക്കാൻ കഴിഞ്ഞ വലിയ ബഹളമാണ്. എന്തായാലും വലിയ ഉദ്യോഗജനകമായൊരു സാഹചര്യമായിരുന്നു, കൗതുകരമായ സാഹചര്യമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ആരോപണങ്ങൾ ഉയർന്നു. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി ഉൾപ്പെടെ രാജിവെക്കുന്നു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. അതിന് പിന്നാലെ പാലക്കാട് MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ സജീവമാകുന്നു. അതേസമയം തന്നെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ സമൂഹമാധ്യമങ്ങൾ ഉൾപ്പെടെ സജീവമായി മുന്നോട്ട് വരുന്നു. പിന്നാലെ കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് രാഹുലിനോട് നിയമപരമായി പരാതികളില്ലല്ലോ, അതുകൊണ്ട് കുറെ കൂടി അനുനയ നിലപാട് സ്വീകരിക്കാം എന്ന നിലപാടിലേക്ക് വരുന്നു. അത്തരം പ്രതികരണങ്ങൾ അല്പം പരസ്യമായും ബാക്കിയൊക്കെ രഹസ്യമായും ഒക്കെ അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നു. അതിന് പിന്നാലെ ചില പരിപാടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ പങ്കെടുക്കുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിച്ചൊരു പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തുന്നത്. പിരായിരിയിലാണ് ആ പരിപാടി, പിരായിരി പഞ്ചായത്തിലാണ് ആ പരിപാടി നടക്കുന്നത്. പരിപാടിക്ക് എത്തിയപ്പോൾ പ്രതിഷേധം DYFIയുടെ ഭാഗത്തുണ്ടായി, BJPയുടെ ഭാഗത്തുണ്ടായി. അതേസമയം തന്നെ രാഹുലിനെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് രാഹുലിൻ്റെ വാഹനം അല്പനേരം തടഞ്ഞുവെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് UDF പ്രവർത്തകർ ഉദ്ഘാടന സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. അതേസമയം പോലീസിന്റെ വലിയ സാന്നിധ്യം ഈ ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്ത് നിന്ന് കാണുന്നില്ല. പ്രതിഷേധം ഉണ്ടായിടത്തുണ്ടായിരുന്നു എന്നാണ് നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. രാഹുലുണ്ട്, ഒരുപക്ഷെ സംസാരിച്ചേക്കാം. പരിപാടി കഴിഞ്ഞിട്ടേ കാണുള്ളൂ.